പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മുന്നിൽ തെളിഞ്ഞു കാണുന്ന ഏകാന്തത എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഒരുപാട് വേദനിക്കുന്ന ഓർമ്മകൾ ബാക്കിയാക്കി നീ അകന്നു പോവുകയാണെന്ന് അറിയുമ്പോഴും ഞാനിവിടെ കാത്തിരിക്കുന്നത് നിനക്ക് വേണ്ടിയാ. എന്തിനെന്നോ എങ്ങനെയെന്നൊന്നും എന്നോട് ചോദിക്കരുത്. കാരണം എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഒരിക്കൽ കൂടി നിന്റെ സ്നേഹത്തിന് അവകാശിയാവാൻ എനിക്കൊരവസരം കിട്ടിയ ഈ ഭൂമിയിൽ ഒന്നിനും വേണ്ടി സഞ്ജയ് ബാലകൃഷ്ണൻ നിന്നെ നഷ്ടപ്പെടുത്തില്ല. ഇതെൻ്റെ പ്രണയത്തോളം ആഴമുള്ള ഉറപ്പാണ്. തൻ്റെ സാമീപ്യം കൊണ്ട് മാത്രം ഉണരുന്നൊരു പഴയ സഞ്ജുവുണ്ട്. ഇന്നെനിക്കേറെ ഇഷ്ടം അവനെയാണ്. കാരണം അവിടെയാണല്ലോ നീയുള്ളത്. ആ ഓർമ്മകൾ എന്നെ വല്ലാതെ നോവിക്കുമെങ്കിലും ഇന്നിപ്പോൾ ആ ഓർമ്മകളിലാണ് ഞാൻ ജീവിക്കുന്നത്. അത്രയും. പിന്നിൽ നിന്നും ആരോ നടന്നു വരുന്നതറിഞ്ഞതും സഞ്ജു നിറഞ്ഞൊലിച്ച കണ്ണുകൾ തോളുകൊണ്ട് തുടച്ചു. കയ്യിലുള്ള കോഫി തണുത്താറി പോയിരുന്നു. പിന്നെ അത് കുടിക്കാൻ തോന്നാതെ അവനത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടുകൊണ്ട് തിരികെ വാഷ്റൂമിലേക്ക് നടന്നു. മുഖമൊന്ന് നന്നായി കഴുകി തുടച്ചിട്ട് മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കണ്ട രൂപം അവന് തന്നെ മനസ്സിലായിരുന്നില്ല. അത്രയും മാറ്റങ്ങൾ കണ്ണിലും മുഖത്തും അങ്ങനെ അടയാളങ്ങൾ തീർത്തു. പാനിന്റെ പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് തുടച്ചുകൊണ്ട് അവൻ തിരികെ മടങ്ങി. അവൻ ചെല്ലുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. കുറെ നേരമായി സഞ്ജയ് ഫോൺ ബെല്ലടിക്കുന്നു. ആദർശ് അവനെ കണ്ടയുടനെ പറഞ്ഞു. സഞ്ജു അവനെ നോക്കിയിട്ട് ധൃതിയിൽ ഫോൺ അറ്റൻഡ് ചെയ്തു. നീ ഇത് എവിടെ പോയി കിടപ്പടാ? എത്ര നേരം നിന്നെ വിളിക്കുന്നു? ആദിയുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കാതിൽ മുഴങ്ങി. ഞാനൊന്ന് വാഷ്റൂമിൽ പോയതാണ്. തിരികെ സീറ്റിലേക്ക് ഇരുന്നോണ്ട് സഞ്ജു പറഞ്ഞു. രാവിലെ പോയിട്ട് ഇന്നേരം വരെ നീ വാഷ്റൂമിൽ അടച്ചിരിപ്പായിരുന്നോ? ആദി വിടാനുള്ള ഭാവമില്ലായിരുന്നു. നീ എന്താടാ വിളിച്ച്? സഞ്ജു അതിനുത്തരം പറയാതെ ചോദിച്ചു. ആദി ഒരു നിമിഷം മിണ്ടാ നിന്നു. വല്ലതും കഴിച്ചായിരുന്നോടാ? അവന്റെ ചോദ്യത്തിന് കസേരയിലേക്ക് കണ്ണടച്ച് കിടന്നുകൊണ്ട് സഞ്ജു അലസമായൊന്ന് മൂളി. വയ്യെങ്കിൽ ഈ പറഞ്ഞിട്ട് വാടാ. അവന്റെ അവസ്ഥ അറിഞ്ഞ പോലെ ആദി പറഞ്ഞു. വേണ്ടടാ, വീട്ടിലൊട്ടും പറ്റുന്നില്ല. ഇവിടെ ആകുമ്പോൾ ഒരു ജോലിക്കിടയിലൊന്നും ഓർക്കണ്ടല്ലോ. പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആദിക്കൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് സഞ്ജു അങ്ങനെ പറഞ്ഞത്. ഇവിടെ വന്നിട്ട് ഇന്നേരം വരെ ഒരു നിമിഷം പോലും അവൾ ഓർക്കാതിരുന്നിട്ടില്ല. അതാണ് സത്യം. നഷ്ടപ്പെടുമെന്ന് ഉറപ്പായാൽ തോന്നുന്നൊരു ഭയമുണ്ടല്ലോ, അത് തോന്നാതിരുന്നിട്ടുമില്ല. ഒരു കാര്യം ചെയ്യും, ഇപ്പം 3:30 ആയില്ലേ? 5-ന് ഓഫീസ് ടൈം കഴിയില്ലേ? ഞാൻ കാർ പോയിട്ട് വരാം. ഈ അവസ്ഥയിൽ നീ ബൈക്കിൽ വരണ്ട. വേണ്ടടാ ആദി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ വെറുതെ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരുന്നു വേണ്ട, ഞാനങ്ങ് വന്നോളാം. സഞ്ജു ആദ്യം നിരുത്സാഹപ്പെടുത്തി. എൻ്റെ ബുദ്ധിമുട്ട് നീ എനിക്ക് വിട്ടേക്ക്. ഇപ്പം നിനക്ക് ചെയ്യാനുള്ള ജോലി ചെയ്യും. 5 മണിക്ക് ഞാൻ നിന്റെ ഓഫീസിന് മുന്നിലുണ്ടാവും. ബൈ. സഞ്ജുവിനെ കൂടുതലൊന്നും പറയാൻ അനുവദിക്കാതെ ആദ്യം ഫോൺ കട്ട് ചെയ്ത് പോയിട്ടും സഞ്ജു പിന്നെ ഏറെ നേരം കണ്ണടച്ച് അതേ ഇരിപ്പ് തുടർന്നു. ഓളെ കണ്ണടച്ച് കിടക്കുന്ന നന്ദുവിനെ നോക്കുമ്പോൾ ലക്ഷ്മിക്ക് വല്ലാതെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അജു അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയതോടെ ലക്ഷ്മി കരച്ചിലൊതുക്കി. ലക്ഷ്മിയുടെ വിളി കേട്ടിട്ട് നന്ദു കണ്ണു തുറന്നു. പതിയെ കിടക്കയിൽ കൈകുത്തി എഴുന്നേറ്റിരുന്നു. ഭംഗിയുള്ള അവളുടെ കണ്ണുകൾക്ക് ചുറ്റും ഉറക്കമില്ലായ്മയും മാനസിക സംഘർഷങ്ങളും കറുത്ത വലയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നിർജീവമായ കണ്ണുകളിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു ഭാവം. അവരാവശ്യപ്പെട്ട് മോൾ അറിഞ്ഞില്ലേ? ലക്ഷ്മി അറച്ചറച്ചുകൊണ്ട് തന്നെ അവളോട് ചോദിച്ചു. എന്നോട് നാളിനിയമ്മ പറഞ്ഞല്ലോ. കുഞ്ഞൊരു ചിരി പോലും ഇല്ലാത്ത അവളുടെ മുഖവും സ്വരവും. ലക്ഷ്മി പിന്നെന്ത് ചോദിക്കണമെന്ന പോലെ അജുവിനെ നോക്കി. അജു കൂടി നന്ദുവിന്റെ അരികിൽ വന്നിരുന്നു. മോളെന്താ എന്നിട്ടൊന്നും പറയാത്തേ? അജു അവളുടെ തോൾ കയറ്റി പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്തിരുത്തി. ഞാനിനി എന്ത് പറയാനാങ്കിൾ? വികാരം ഏതുമില്ലാതെ അവളുടെ ആ ചോദ്യം കേട്ടതും ലക്ഷ്മി നെഞ്ചു നേറി കരഞ്ഞു തുടങ്ങിയിരുന്നു. കഴിഞ്ഞു പോയതൊന്നും മോളിനെ ഓർക്കണ്ട. പക്ഷേ മുന്നിലുള്ള നിന്റെ ജീവിതം. മറ്റാരെക്കാളും നിനക്ക് അവിടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അജു അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചിട്ട് പതിയെ പറഞ്ഞു. നന്ദു ഒന്നും മൂളുക മാത്രം ചെയ്തു. കാര്യമോട് പപ്പ കണ്ടുപിടിച്ച ബന്ധം തന്നെയാ, അതിലൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു, എനിക്കറിയില്ല മോളോട് അതങ്ങനെ പറഞ്ഞിരണമെന്ന്. അജു നിസ്സഹായതയോടെ നന്ദുവിനെ നോക്കി. അവൾക്ക് അപ്പോഴും യാതൊരു മാറ്റവും ഇല്ല. അങ്കിൾ ഉദ്ദേശിച്ചത് മോൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ട, ഇത് ഇവിടെ തന്നെ അവസാനിപ്പിച്ച് മടങ്ങുന്ന. എനിക്ക് തോന്നുന്നു അതാണ് ഒന്നുകൂടി നല്ലതെന്ന്. കാരണം ജീവിതത്തിൽ കൂടെ വേണ്ടത് ഏത് സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നവരാ. ഇതിപ്പോൾ അജു പാതിൽ നിർത്തി വീണ്ടും അവളെ നോക്കി. ജനലിലൂടെ പുറത്തേക്ക് തുറച്ചു നോക്കിയിരിക്കുന്നല്ലാതെ അവളൊന്നും മിണ്ടുന്നില്ല. മോളുടെ ഈ അവസ്ഥയിൽ നിന്നൊന്ന് മാറ്റം വരുവോളെങ്കിലും കാത്തു നിൽക്കേണ്ടതല്ലേ? സ്വയം തോന്നിയില്ലെന്ന് പോട്ടെ. ഞാനും നിന്റെ ആൻറ്റി ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടും അവരുടെ വാശി തന്നെ ഉറച്ചു നിൽക്കുന്നു. വെറുതെ കളയാൻ ടൈമിലുള്ളതെന്നൊക്കെ ഒരു കാരണമാണ് നന്ദു. ഇവരെന്തോ കരുതി കൂട്ടി ചെയ്യുന്ന പോലെ. അജു അവൻ്റെ മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞിട്ടും നന്ദു അവനെ നോക്കിയില്ല. ഇവിടെ നമ്മൾ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ? ഒരിക്കലെങ്കിലും അവരിങ്ങോട്ട് വരികയോ നിന്റെ കാര്യം അന്വേഷിച്ച് വിളിക്കുകയോ ചെയ്തിട്ടില്ല. പ്രകാശേട്ടൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണെന്നല്ലേ പറഞ്ഞു. ഇങ്ങനെയാണോ ഒരു കൂട്ടുകാരൻ്റെ റെസ്പോണ്ട് ഉണ്ടാവേണ്ടത്? എനിക്കെന്തോ അവരുടെ രീതിയിൽ വല്ലാത്തൊരു ആശങ്ക. അജു ബലമായി നന്ദുവിനെ മുഖം പിടിച്ച് അവന് നേരെ തിരിച്ചു. നമുക്കിത് വേണോ മോളെ? എനിക്കിതൊരു എന്തോ പോലെ. നീയും അപ്പും എനിക്കൊരുപോലെ. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തെറ്റിയുന്ന പോലെ. മോളൊരു തീരുമാനം പറയും, ഞാൻ അതുപോലെ ചെയ്യാം. അജു അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു.
എൻ്റെ പപ്പേനെ സുരക്ഷിതാക്കാൻ കണ്ടുപിടിച്ച വഴിയല്ലേ അങ്കിളെ, അത് തന്നെ നടക്കട്ടെ, എനിക്കിത് മതി. ഇമകളൊന്നും പിടയാതെ സ്വരം തെല്ലുപോലും മുലയാതെ അവളത് പറയുമ്പോൾ ആ മനസ്സിൽ ഒരു തിരസ്കാരത്തിന്റെ ഓർമ്മകൾ പിടഞ്ഞു. ആ മുഖം കല്ലുപോലെ ഉറച്ചു. പക്ഷേ നന്ദു, പ്ലീസ് അങ്കിൾ. അജു വീണ്ടും എന്തോ പറയാനൊരുക്കും മുന്നേ നന്ദു കിടക്കയിൽ നിന്ന് തിരികെ കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. അജുവും ലക്ഷ്മി നിസ്സഹായതയോടെ പരസ്പരം നോക്കി. നാളെ നമുക്ക് അങ്ങോട്ട് പോകണ്ടടാ. കുന്നിൻ മുകളിലെ പാറപ്പുറത്ത് മലർന്നു കിടക്കുന്ന സഞ്ജുവിനെ നോക്കി ആദ്യം നോവോടെ ചോദിച്ചു. പോവാതെ പിന്നെ, ജീവിതകാലം മുഴുവൻ നീറാനുള്ള കാഴ്ചയിലെ നാളെ അവിടെ നിന്ന് കിട്ടുന്നു, അത് മിസ് ചെയ്യാനൊക്കെ വേടാ. തിളക്കമില്ലാത്തൊരു ചിരിയോടെ സഞ്ജു പറഞ്ഞ പോലെ ആദ്യം അവൻ്റെ ഓഫീസിൽ ചെന്നിരുന്നു. സഞ്ജുവിൻ്റെ ബൈക്ക് അവിടെ വെച്ചിട്ട് ആദിയുടെ കാറിലാണ് രണ്ടുപേരും തിരികെ മടങ്ങിയത്. പോരും വഴി ഒരു ഹോട്ടൽ കയറി വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും ആദ്യം അവനെ വയറു നിറയെ തീറ്റിച്ചിരുന്നു. ഒട്ടും വേണ്ടാഞ്ഞിട്ടും ആദിക്ക് വേണ്ടി സഞ്ജു തോറ്റുകൊടുത്തു. തിരികെ നമുക്ക് ആ കുന്നിൻ മുകളിൽ പോവാടാ എന്ന് പറഞ്ഞത് ആദ്യം അംഗീകരിച്ചു കൊടുത്തു. ഹൃദയവേദനയോട് അവൻ്റെ നോവുകൾക്ക് കൂട്ടിയിരിക്കുക എന്നതല്ലാതെ ആദിക്കും വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. ഇരുട്ടും വരെയും അവരവിടെ തന്നെ ഇരുന്നു. ഒടുവിൽ മാഷും പ്രിയ രണ്ടുപേരുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചിട്ടാണ് സഞ്ജു എഴുന്നേറ്റത്. നേരം ഇരുട്ടി വിളിക്കുന്നതിന് അന്ന് ആദ്യമായി അവൻ ഒരുപാട് ഭയന്നു. ആദിക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോഴും അവൻ മൗനമാണ്. അവന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അങ്ങോട്ട് തന്നെ പോയി. പക്ഷെ അന്ന് അവൻ അവിടെ തനിച്ച് വീട്ടിലെന്ന് ആദ്യ വാശി പിടിച്ചപ്പോൾ ഫ്രഷായി വേറെ ഡ്രസ്സും എടുത്തിട്ട് കാത്തിരിക്കുന്ന ആദിയുടെ പിറകെ പോരുകയെ അവനും പിന്നെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. തിരികെ ചെല്ലുന്നവരെ കാത്ത് പ്രിയയും മാഷും ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു. പരസ്പരം എന്തു പറഞ്ഞാലാണ് ഇത്തിരി ആശ്വാസം ലഭിക്കുക എന്നറിയാതെ അവരെല്ലാം ഒരുപോലെ മൗനം കൂട്ടുപിടിച്ചു. മരണ വീട്ടിലേതുപോലെ നിശബ്ദത, ഭയപ്പെടുത്തുന്ന നിശബ്ദത. അവരാരും ഒന്ന് ഭക്ഷണം പോലും കഴിച്ചില്ല. മാഷിന് പോലും വാക്കുകൾ കിട്ടിയില്ല. വരാന്തയിലെ മരബെഞ്ചിൽ മുഖം കുനിച്ചിരിക്കുന്നവനരികിൽ ആദിയും പ്രിയും കൂട്ടിരുന്നു. പോയി കിടക്കുന്ന സഞ്ജു ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും അവർ അനങ്ങിയത് കൂടിയില്ല. മാഷിന് ആദ്യം ഉറങ്ങാൻ അകത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നു. നെടുവീർപ്പുകൾ മാത്രം. രാത്രിയുടെ ഇരുട്ടും നിശബ്ദതയും അവരെ അപ്പാടെ വിഴുങ്ങി. നളിനിയും അജുവും ലക്ഷ്മിയും എല്ലാം മാറി മാറി വിളിച്ചിട്ടും സഞ്ജു ഫോണിലേക്ക് നോക്കുന്നത് കൂടിയില്ല. കണ്ണടച്ച് കൈനെറ്റിയിൽ താങ്ങിയുള്ള അവന്റെ ആ ഇരിപ്പ് അത്രയും ഹൃദയഭേദകമായിരുന്നു. ഒടുവിൽ ആദ്യം നളിനിയെ വിളിച്ചിട്ട് സഞ്ജു അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആ വിളികളൊന്ന് ഒതുങ്ങിയത്. ഇരുന്നിരിപ്പിൽ ഉറങ്ങിപ്പോയ പ്രിയ വീഴാതിരിക്കാൻ ആദ്യയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവന്റെ തോളിൽ ചാഞ്ഞുകൊണ്ടാണ് അവളുടെ കിടപ്പ്. കണ്ണു തുറക്കുന്നത് കണ്ടപ്പോഴാണ് സഞ്ജു എഴുന്നേറ്റത്. എഴുന്നേറ്റ് ആദി, അകത്തു പോയി കിടക്കാം. എന്തിനാ വെറുതെ ഉറക്കം കളയുന്നത്? നാളെ രാവിലെ പോവാനുള്ളതല്ലേ? സഞ്ജു ആദ്യം എഴുന്നേറ്റുകൊണ്ട് പറയുമ്പോൾ ആദ്യം അവനെ നോക്കി. പക്ഷേ എത്ര തട്ടി വിളിച്ചിട്ടും ഒന്നുകൂടെ തന്നിലേക്ക് പറ്റിക്കൂടുന്ന പ്രിയ സഞ്ജുവോടെ ഇരിപ്പ് നോക്കി നിന്നു. നനുത്തൊരു ചിരി അവനിൽ അപ്പോൾ ബാക്കിയുണ്ടായിരുന്നു. ഉറക്കം വന്നാ പിന്നെ നിന്റെ പെങ്ങളൊരു ശവാടാ. സഞ്ജുവിനോട് പറഞ്ഞുകൊണ്ട് പ്രിയയെ ബെഞ്ചിലേക്ക് ചാരിയിരുത്തി ആദ്യം എഴുന്നേറ്റു. ശേഷം അവളെ രണ്ട് കൈ കൊണ്ടും വാരിയെടുത്തുകൊണ്ട് അകത്തേക്ക് നടക്കുന്ന കാണുമ്പോൾ ആ അവസ്ഥയിലും സഞ്ജുവിനൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അവർക്ക് പിറകെ കയറി വാതിലടച്ചുകൊണ്ട് അവൻ തിരിയുമ്പോഴേക്കും ആദ്യ പ്രിയയും കൊണ്ട് അവന്റെ മുറിയിലേക്ക് നടന്നു. ഒന്നും അറിയാതെ തന്നെ നെഞ്ചിൽ പതുങ്ങി ചേർന്ന് കിടക്കുന്നവളെ ഉറ്റുനോയിക്കൊണ്ടാണ് അവൻ നടക്കുന്നത്. മുറിയിലെത്തി അവളെ ശ്രദ്ധയോടെ കിടക്കയിലേക്ക് കിടത്തുമ്പോഴും പുതപ്പെടുത്ത് പുതപ്പിച്ചു കൊടുക്കുമ്പോഴും അതിമനോഹരമായൊരു ചിരി അവനിൽ ബാക്കിയുണ്ടായിരുന്നു. സഞ്ജു വേണ്ടെന്ന് പറഞ്ഞിട്ടും ആദ്യം അന്നവന്റെ കൂടെയാണ് കിടന്നത്. താൻ അവന് വേണ്ടി ഇത് അവസാനത്തെ കണ്ണുനീരാണ്. ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി കിടക്കുമ്പോൾ നന്ദു ഓർത്തു. കോടെ കിടക്കാൻ വന്ന ലക്ഷ്മി അന്ന് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത് ഇന്നത്തെ രാത്രി ഒറ്റക്കാവാൻ വേണ്ടിയാണ്. ഹൃദയത്തിൽ ആദ്യമായി മുട്ടിട്ട ആ പ്രണയത്തിനുടമയെ അന്ന് മുഴുവൻ മനസ്സിലിട്ട് താലോലിക്കാനാണ്. നാളെ ചിലപ്പോൾ ഇതിന് അനുവാദമില്ലാതായി മാറുകയാണ്. വാശിയല്ല, പ്രതികാരമോ വെറുപ്പോ ഒന്നുമല്ല, ദേഷ്യം പോലുമില്ല. അത്രമേൽ സ്നേഹിച്ചവനെ മറക്കുന്നതും വെറുക്കുന്നത് എങ്ങനെയാണ്? അന്നത്തെ അതേ സ്നേഹം തന്നെയാണ് ഇപ്പോഴും അവനോടുള്ളത്. പിന്നെയുള്ളത് ഒരിത്തിരി പരിഭവമാണ്. ഒരിത്തിരി പോലും തന്നെയോ തൻ്റെ സ്നേഹത്തെയോ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടുള്ള ആ പരിഭവം. ഇന്നത്തോടെ അതും അവസാനിക്കും. മറക്കാനല്ല, ഓർക്കാതിരിക്കാൻ ശ്രമിക്കാം. അത്രേ ഇപ്പോൾ പറയാനാവൂ. സ്നേഹമൊരു മാറാവ്യാധിയല്ലേ? ഹൃദയത്തിലേക്ക് പടർന്നു കയറിയാൽ ക്യാൻസറിനെ പോലും തോൽപ്പിക്കാൻ ശക്തിയുള്ള മാറാവ്യാധി. അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ഇരയാണ്. പക്ഷേ ഇനി എൻ്റെ ആരുമല്ലെന്ന് ഓർക്കുമ്പോൾ അന്ന് ആ അപകടത്തിൽ മരിച്ചു പോവാത്തതൊരു നഷ്ടമാണെന്ന് ഞാൻ ഓർക്കും. കടലോളം കാണാനുള്ള ആഗ്രഹത്തോടെ തന്നെ ഞാൻ നിങ്ങളെ കാണാതിരിക്കാൻ ശ്രമിക്കാം. പ്രണയത്തിൽ അതൊരു വിപ്ലവമല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ മുഴുവനായും മറന്നു കളയുന്നു. ഇതിൽ കൂടുതൽ എൻ്റെ സ്നേഹത്തിന് ആഴം പ്രകടമാക്കാൻ സത്യമായിട്ട് എനിക്കറിയില്ല. അന്ന് പുലർച്ചെ വരെയും അവൾ ഒഴുക്കിയ കണ്ണുനീർ മുഴുവനും അവന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആദിക്കൊപ്പം മാഷ് മുന്നിലേക്ക് കയറി. സഞ്ജുവും പ്രിയയും പിന്നിലും. ശ്വാസമെടുക്കാൻ പറ്റാത്ത പോലെ ഒരവസ്ഥയിലാണ് അവരെല്ലാം. യാത്രയിലുടനീളം പ്രിയ സഞ്ജുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനോട് ചേർന്നിരുന്നു. വിൻഡോ ഗ്ലാസ്സിലേക്ക് മുഖം ചേർത്ത് പുറത്തേക്ക് തുറിച്ചു നോക്കിയിരിക്കുന്നവനെ ആദിയും ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. 10 മണിയോടെ അവരെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
നന്ദനയ്ക്ക് കാല് വയ്യാത്തതല്ലേ, രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോകുന്ന റിസ്ക്കാണ്. 10-100 കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, അവരെ വീട്ടിലെത്തിക്കാമെന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അത്ര പോലും അവൾക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ വയ്യാത്തവരുള്ള അനിഷ്ടം അവിടെയുള്ള ഓരോ മുഖത്തും നിറഞ്ഞു. കാറിൽ നിന്നിറങ്ങി സഞ്ജു ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. നളിനി അവരോടെന്തോ പറയാമെന്ന് അജുവാണ് കണ്ണുകൾ കൊണ്ട് തടഞ്ഞത്. നളിനി ഉപയോഗിക്കുന്ന മുറിയിലേക്കാണ് അവൻ കയറിപ്പോയത്. പുറകെ പോവാൻ നിന്നവരെല്ലാം ആദ്യം തടഞ്ഞു. അവൻ ഒറ്റയ്ക്കിരുന്നോട്ടെ എന്ന് പറഞ്ഞു. പ്രിയും മാഷും ആദ്യം കൂടിയാണ് നന്ദുവിനെ പോയി കണ്ടത്. ലക്ഷ്മി അവളെ ഒരു സെറ്റ് സാരി ഉടുപ്പിച്ചിട്ടുണ്ട്. വേറെ ഒരുക്കങ്ങളൊന്നുമില്ല. പ്ലാസ്റ്റർ ഇട്ട കാല് കിടക്കൽ നീട്ടിവെച്ചുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. അവരെ കണ്ടപ്പോൾ ഒന്ന് നോക്കി ചിരിച്ചതിനപ്പുറമൊന്നും പറഞ്ഞില്ല. വീണ്ടും അതേ ഇരിപ്പ് തന്നെ. പെട്ടെന്നാണ് സഞ്ജു അങ്ങോട്ട് വന്ന്. അവനെ കണ്ടതും ബാക്കിയുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി. അവൾ അപ്പോഴും അവനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും പഴയ പോലെ ഇരുന്നു. നന്ദു, അതാദ്യമായിരുന്നു അവൻ അവൾ അത്രയും അലിവോടെ വിളിക്കുന്നത്. നന്ദു വെറുതെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറയുന്നില്ല. ആ കണ്ണിൽ പോലും യാതൊരു മാറ്റവുമില്ല. നീ എന്ന് പറഞ്ഞ ഇഷ്ടം എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലായടി. അവൾക്കരികിരുന്നുകൊണ്ട് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു, സ്വരമിടറി. ഇനിയിപ്പം ഞാനെങ്ങനെ ഇതിൽ നിന്ന് പുറത്തിയാടും? സത്യമായിട്ടും എനിക്കറിയില്ല നന്ദു. എനിക്കിത് സഹിക്കാൻ വയ്യടി. സഞ്ജയ് അവളുടെ കൈകൾ പിടിച്ചെടുത്തു. എന്നിട്ട് പോലും അവളൊന്ന് അനങ്ങുകയോ അവനോട് എന്തെങ്കിലും പറയുകയോ ചെയ്തില്ല. കണ്ണിലാ മരവിപ്പ് മാത്രം. പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും സഞ്ജു ഞെട്ടലോടെ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നന്ദു ക്രൂരമായൊരു ചിരിയോടെ അവനെ നോക്കി പതിയെ അവളുടെ കൈ വേർപ്പെടുത്തിയെടുത്തു. ഡോറുകൾ തുറന്നടയുന്ന ശബ്ദം. നന്ദുവിനെ നോക്കിയിരിക്കുന്ന സഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എന്നിട്ടും പക്ഷെ അവൾക്കൊരു മാറ്റവുമില്ല. ഒരല്പം പോലും ഇഷ്ടം നിനക്കെന്നോട് ബാക്കിയില്ലേ നന്ദു? ഹൃദയം പിടഞ്ഞുകൊണ്ട് അവൻ ചോദിക്കുന്ന കേട്ടതും അതേ ഭാവത്തിൽ തന്നെ അവൾ ഇല്ലെന്ന് തലയാട്ടി. എന്നുള്ള വാശിയാണോ അതോ എനിക്കുള്ള ശിക്ഷയോ? നിറഞ്ഞൊഴുകുന്ന കണ്ണുകളൊന്ന് തുടക്കാൻ കൂടി മെനക്കെടാതെ അവന്റെ ചോദ്യം. രണ്ടുമല്ല, എന്റെ പപ്പയോട് കാണിക്കുന്ന ആത്മാർത്ഥത. കല്ലുപോലെ ഉറച്ച അവളുടെ വാക്കുകൾ. അവളിൽ ആ പഴയ കുറുമ്പുകാരിയെ കാണാൻ അവൻ അത്രമാത്രം കൊതിച്ചു പോയൊരു നിമിഷമായിരുന്നത്. പക്ഷെ അവളൊന്ന് ചിരിക്കുന്ന കൂടിയില്ല. നിശ്ചലമായ ആ കണ്ണുകളിൽ നീലിച്ച് കിടക്കുന്ന ഭാവത്തിന്റെ പൊരുൾ സഞ്ജുവിനെ ഭയപ്പെടുത്തി. നന്ദു, വേണ്ടടി, അവൻ നിനക്ക് ചേരൂല. നന്ദു വീണ്ടും ദയനീയമായി അവളെ നോക്കി. ഞാൻ അയാൾക്കും. അവന്റെ കണ്ണിലേക്ക് നോക്കി അവൾ പതിയെ പറഞ്ഞു. എന്നിട്ടും പിന്നെ എന്തിനാടി ഇത് വേണോ നന്ദു? ഒരായുസ് മുഴുവൻ വേദനിച്ച് ജീവിക്കാൻ നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യടി. ഞാൻ അത്രയും സ്നേഹിക്കുന്നു നിന്നെ. എന്നൊന്നും മനസ്സിലാക്കാൻ നന്ദു നീ. കാലത്തിന്റെ കാവിനീതി പോലെ അവനിൽ നിന്നുതിർന്ന് വീണ വാക്കുകൾ അവളെ ഒന്നാകെ പിടിച്ചുലയിച്ച് കളഞ്ഞു. എന്നിട്ടും ലവലേശം പോലും പതരാതെ അവൾ അവനെ നോക്കിയിരുന്നു. ഒരായുസ് മുഴുവനെന്ന് ആര് പറഞ്ഞു? വികൃതമായൊരു ചിരിയോട് അവളത് പറയുമ്പോൾ അവന്റെ ശ്വാസം നിലച്ചു. നന്ദുവിനെ സഞ്ജു തുറിച്ചു നോക്കി. എനിക്കെൻ്റെ പപ്പയും അമ്മയും ഒരുപാട് ഇഷ്ടമാണ് സഞ്ജുവേട്ട. അവരില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. പതിയെ പറഞ്ഞ് നന്ദുവിനെ നോക്കി. നിങ്ങളില്ലാതെ എന്നവൾ ഹൃദയം കൊണ്ടാണ് മൊഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സഞ്ജു അത് കേട്ടതുമില്ല. അവനോടത് പറയുമ്പോൾ അസാധാരണമായി അവളുടെ കണ്ണുകൾക്കൊരു തിളക്കം. അവനൊന്നാകെ വിറച്ചു. അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ ഉറപ്പായി. ജോലിയൊക്കെ കിട്ടിയല്ലേ? അപ്പോൾ മാത്രം അവളിൽ ഒരു നേരത്തെ ചിരിയുണ്ടായിരുന്നു. ഒന്ന് മൂളാൻ കൂടി കഴിയാതെ സഞ്ജു അവളെ നോക്കി തളർന്നിരുന്നു. എന്നൊരിക്കലും എൻ്റെ ഹൃദയത്തിലേക്ക് സഞ്ജുവേട്ടൻ വന്നു പോയതിൻ്റെ ഓർമ്മകളുണ്ട്. എൻ്റെ ഉള്ളിൽ നിറയെ. തൽക്കാലം എനിക്ക് പിടിച്ചു നിൽക്കാതെ മതി. അതുമാത്രം മതിയാവും. അവിടെയല്ലേ ഞാനുള്ളത്, മറ്റാർക്കും അറിയാത്ത ഞാനുള്ളത്. അവനുള്ളിലെ മുറിവിലേക്ക് അവൾ വീണ്ടും വീണ്ടും വാക്കുകളുടെ വാൾമുന കുത്തിയിറക്കി. മുറിവിന് ആഴം കൂടിയിട്ടും ചോര വാർന്നിട്ടും പ്രാണവേദനയാൽ പിടഞ്ഞിട്ടും സഞ്ജു അനങ്ങിയില്ല. ഒരേ ഇഷ്ടം തോന്നേണ്ട രണ്ടുപേരിൽ ഒരാൾക്കത് തോന്നുകയും മറ്റേ ആൾക്കത് തോന്നാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അത് വല്ലാത്തൊരു വേദനയാണ് സഞ്ജുവേട്ട. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്ന ഈ വേദനയുണ്ടല്ലോ, അതിൻ്റെ 1000 ഇരട്ടി തോർത്തുകൊണ്ട് പടഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് പറയുക, തിരികെ നടന്ന് പഠിക്കുക. വീണ്ടും വീണ്ടും അതിൽ തന്നെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന വേദനയാണ്. വേദന എന്ന് പറഞ്ഞാൽ പ്രാണൻ പൊലിയുന്ന അത്രയും വേദന. നിങ്ങൾക്കത് വേണ്ട. അതെനിക്ക് വേദനയല്ലേ? അവനെ നോക്കി നന്ദു പതിയെ പെരുവിറുത്തു. സഞ്ജു നിറഞ്ഞ മിഴികളോട് അവളെ നോക്കി. ഒട്ടും പറ്റില്ലെന്ന് തോന്നിയ അവസാനിപ്പിക്കും മുന്നേ നിന്റെ പ്രാണനെ എന്നെ ഏൽപ്പിക്കണേ നന്ദു. കാത്തിരിപ്പുണ്ടാവും ഞാൻ, നീ വിട്ടിട്ട് പോയെടുത്ത് തന്നെ. നന്ദുവിന്റെ കണ്ണിലേക്ക് നോക്കി സഞ്ജു പതിയെ പറഞ്ഞു. തന്റെ മനസ്സിലുള്ള അവൻ മനസ്സിലാക്കിയോ എന്നൊരു ശങ്കയായിരുന്നു അവളിൽ നിറയെ. വീണ്ടും അവനെന്തോ പറയാൻ ഒരുങ്ങും മുന്നേ ലക്ഷ്മിയും അവൾക്ക് പിറകെ നളിനിയും പ്രിയയും അപ്പുവുമെല്ലാം അങ്ങോട്ട് വന്നു. മുഖം കുനിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന സഞ്ജുവിനെ നോക്കിയിട്ട് അവരെല്ലാം വീണ്ടും നന്ദുവിന്റെ നേരെ തിരിഞ്ഞു. അവരെല്ലാം വന്നല്ലേ, അങ്ങോട്ട് പോയില്ലേ ലക്ഷ്മി ആൻറ്റി? ഒന്നും സംഭവിക്കാത്ത പോലെ നന്ദു ചോദിച്ചു. ലക്ഷ്മി പതിയെ തലയാട്ടി. എന്നെ ഒന്ന് പിടിക്കുകയോ? നന്ദു അവർക്ക് നേരെ കൈനീട്ടി.
വയ്യാത്ത കാൽ വെച്ച് അവൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു. വേദനയോടെ സഞ്ജുവിനെയും നോക്കിയിട്ട് പ്രിയയും ലക്ഷ്മിയും കൂടി അവളുടെ അരികിലേക്ക് ചെന്നു. നന്ദു കാലുകൾ പതിയെ താഴേക്ക് വെച്ചു. എന്നാൽ പ്രിയയും ലക്ഷ്മി അവളെ പിടിക്കും മുന്നേ സഞ്ജു മുഖം അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അവളെ രണ്ടു കൈയിലും വാരിയെടുത്തു. നന്ദു വീഴാതിരിക്കാൻ അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കുമ്പോഴും വിറച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ അവളെയും. രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. എനിക്ക് എൻ്റെ പപ്പ കൊടുത്ത വാക്ക് പാലിക്കണം സഞ്ജു ഏട്ടാ. താളം തെറ്റി അവന്റെ ഹൃദയമിടിപ്പിനോട് ചേർന്ന് നിന്നിട്ട് തന്നെ അവൾ പറയുമ്പോൾ കണ്ണീരോടെ തന്നെ അവനൊന്ന് മൂളി. അവളെ നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് സഞ്ജു ഹാളിലേക്ക് ചെന്ന്. കണ്ണു നീന്നവരെല്ലാം ആ കാഴ്ച കണ്ട് അന്തം വിട്ട് നോക്കുന്നുണ്ട്. അവൻ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെയുള്ള ഒരു കസേരയിൽ അവളെ കൊണ്ടിരുത്തി ആദിക്കരികിലേക്ക് മാറി നിന്ന് കൊടുത്തു. നന്ദു മുഖം കുനിച്ചിരുന്നപ്പോൾ ആ കണ്ണുനീർത്തുള്ളികൾ അവളുടെ മടിയിൽ വീണ് പൊട്ടിച്ചിതറി. എങ്കിലിനി സമയങ്ങളേണ്ട, കാര്യങ്ങളൊക്കെ അതിനെ മുറക്കിടക്കട്ടെ. സന്ദീപിന്റെ അച്ഛൻ സോമദാസ് മുന്നോട്ട് വന്ന് പറയുമ്പോൾ സഞ്ജു വിറച്ചുകൊണ്ട് ആദിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. അവൻ തിരികെയും രജിസ്ട്രാർ ഒന്ന് തലയാട്ടിക്കൊണ്ട് എന്തൊക്കെയോ എഴുതി ചേർക്കുന്ന നോക്കി ഹൃദയമിടിപ്പോടെ സഞ്ജു നിന്നു. സോമദാസിന്റെയും സന്ദീപിന്റെയും മുഖത്ത് മാത്രമാണ് തെളിച്ചമുള്ളത്. അവസാന നിമിഷമെങ്കിലും നന്ദു തീരുമാനം മാറ്റുമെന്നൊരു കുഞ്ഞു പ്രതീക്ഷയോടെ അവരെല്ലാം അവളെയും നോക്കുന്നുണ്ട്. എന്നാൽ അവരെ ആരെയും നോക്കാതെ മുഖം കുനിച്ചു നിൽക്കുന്ന നന്ദുവിന്റെ മുഖത്ത് അല്പം പോലും ഭാവമാറ്റവുമില്ല. ഒപ്പിട്ടോളൂ. കയ്യിലുള്ള പേന സോമദാസിന് നേരെ നീട്ടി രജിസ്ട്രാർ പറയുമ്പോൾ സഞ്ജു വീണ്ടും വിറച്ചു. അവന്റെ പിടുത്ത അല്പം കൂടി മുറുകി. വന്നിട്ട് നീ തന്നെ ആദ്യം ഒപ്പിട്. അതുവരെ ഇല്ലാതിരുന്ന വാത്സല്യം അപ്പോൾ മാത്രം സോമദാസിന്റെ ശബ്ദത്തിൽ പൊട്ടിമുളച്ചു. അവൾക്ക് എഴുന്നേക്കാൻ കഴിയില്ല, ആ പേപ്പർ ഇങ്ങോട്ട് കൊടുത്തോളൂ. ബാലമാഷാണ് അല്പം കാർക്കശ്യത്തോടെ തന്നെ ആവശ്യപ്പെട്ടത്. അതിന് മാത്രം ദൂരമൊന്നുമില്ലല്ലോ, 3-4 അടി നടക്കാനൊക്കെ ശ്രമിച്ചു നോക്കാവുന്നേ ഉള്ളൂ. കാലില് പൊട്ടലൊന്നുമില്ലല്ലോ, ചെറിയൊരു വിള്ളല്. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, അതിനിത്ര ബിൽഡപ്പ് കൊടുക്കണമെന്നില്ല. സന്ദീപ് എഴുന്നേറ്റുകൊണ്ട് അല്പം ഗൗരവത്തോടെ പറയുന്ന കേട്ടതും അവരുടെ എല്ലാം മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. വാ. അല്പം പോലും സ്നേഹമോ കരുണയോ ഇല്ലാതെ അവൻ നന്ദുവിന് നേരെ തന്റെ കൈ നീട്ടുമ്പോൾ സഞ്ജു ആദിൽ നിന്നുള്ള പിടുത്തം വിടിവിച്ചു. നന്ദു അപ്പോഴൊന്നും പറഞ്ഞില്ല. പക്ഷേ സന്ദീപ് നീട്ടിയ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചവൾ കാലടി ഉറപ്പിക്കാൻ കഴിയാതെ തിരികെ പിന്നിലേക്ക് ചാഞ്ഞു. വീണില്ല. അതിനു മുന്നേ സഞ്ജു അവളെ വാരി പിടിച്ച് തന്നിലേക്ക് ചേർത്തു. സന്ദീപിന് നേരെ തുറിച്ചു നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ തീ പാറി. സ്വന്തം ഇണക്ക് മുറിവേറ്റ വന്യമായൊരു ക്രോധം അവനെ ഒന്നാകെ പിടിച്ചുലച്ചു. കുറച്ചുകൂടി മാനിയായിട്ട് പെരുമാറിക്കൂടെ സന്ദീപേ? പല്ലിനിടയിൽ അവന്റെ വാക്കുകൾ ചതഞ്ഞറിഞ്ഞു. ആ ചോദിക്കാൻ നീ ആരടാ? അവന് മുമ്പിൽ കൈകെട്ടിന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ സഞ്ജു ഒന്ന് പതറി. ഒരു ഉത്തരമുണ്ട് മനസ്സിൽ, പക്ഷെ അതിവിടെ പറഞ്ഞുകൂടാ. ഞാനിവിടെ എന്റെ പ്രാണനെ പോലെ പ്രണയിക്കുന്നവൻ എന്ന് ഹൃദയം ആർത്തി വിളിച്ചിട്ടും അവനൊന്നും മിണ്ടിയില്ല. നന്ദു ദുർബലമായി കുതിരിമാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ അയാളുടെ പേര്? സന്ദീപിന്റെ അരികിലേക്ക് വന്നു നിന്നിട്ട് സോമദാസ് കൂടി ചോദിച്ചപ്പോൾ സഞ്ജു കൂടുതൽ വിളറി. നന്ദനക്കൊരു അങ്കിളുണ്ട്, അത് താനല്ലെന്നറിയാം. പിന്നെ ഇവളുടെ കാര്യത്തിൽ ഇത്രയും ദേഷ്യം കാണിക്കാൻ ഇവിടെ എന്താണ് നിന്റെ റോള്? സോമദാസിന്റെ ശബ്ദത്തിൽ പരിഹാസം നിറഞ്ഞു. ഞാൻ ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഇവൻ ഇവിടെ പാതിയാവാൻ ഒരുങ്ങിക്കെട്ടി വന്നവനല്ലേ. വയ്യാതിരിക്കുന്നവൾക്കൊരു ആശ്വാസമായില്ല എന്ന് പോട്ടെ. ഇന്നു മുതലെങ്കിലും ഇവളോട് സ്നേഹം വേണ്ടേ, പ്രണയം വേണ്ടേ? അങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ മകൻ ചെയ്ത്. അതോ ഇവളോട് നിങ്ങൾക്ക് ഇനി എന്തു ആവുന്നുണ്ടോ? നന്ദുവിനെ അടക്കി പിടിച്ചുകൊണ്ട് തന്നെ സഞ്ജു ദേഷ്യത്തോടെ സോമനാഥിനെയും മകനെയും തുറിച്ചുകൊണ്ട് ചോദിച്ചു. സഞ്ജു ഡാ. ബാലമാഷ് മാത്രം താക്കിയതോടെ വിളിച്ചു. ബാക്കിയുള്ളവരൊക്കെ അവനൊപ്പമാണെന്ന പോലെ മൗനമായി കൂടെ നിന്നുകൊടുത്തു. ഉണ്ടെങ്കിൽ സന്ദീപ് ചെറിയൊരു ചിരിയോടെ സഞ്ജുവിനെ നോക്കി. ശേഷം നന്ദുവിനെയും. അവനെ ഇറുകെ പിടിച്ചു നിൽക്കുന്നവൾക്കും കണ്ണീർ നനമുണ്ട്. പറയണം സഞ്ജീവ് ബാലകൃഷ്ണൻ, ഇയാളെ എന്ത് ചെയ്യും? അവന്റെ ശബ്ദം വീണ്ടും ഉയരുന്നു. അതിനൊപ്പം സഞ്ജുവിന്റെ മുഖവും വലിഞ്ഞു മുറുകി. ഞാൻ ആരോ ആയിക്കൊള്ളട്ടെ, അതിലല്ലോ ഇപ്പോൾ പ്രധാനം. ഇവള് വല്ലാത്തൊരവസ്ഥയില്ല. പ്ലീസ് അത് മനസ്സിലാക്കി അവളോട് ചേർന്ന് നിൽക്കേണ്ടവരല്ലേ നിങ്ങൾ? അതോ നിങ്ങൾക്കോട്ടെ കാശ് മാത്രം മതിയെങ്കിൽ അതൊന്ന് പറയൂ. എല്ലാം നിങ്ങൾക്ക് നൽകാം. പകരം എനിക്ക്. സഞ്ജു കീതപ്പോടെ നിർത്തി. എനിക്ക് എന്റെ പപ്പയുടെ വാക്ക് പാലിക്കണം. നന്ദു അവന്റെ നേരെ മുഖമുയർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. അതോടെ അവനിലെ വീര്യം ചോർന്നു. മുന്നിൽ നിൽക്കുന്നവരിലെ വിജയച്ചിരിയിലേക്ക് സഞ്ജു നിസ്സഹായതയോടെ നോക്കി. നന്ദനെ ഒരു ഭാഗ്യം കെട്ടവളാണെന്ന് തോന്നുന്നു. അത് ഞാനും എന്റെ മകനെ ഏറ്റെടുക്കുന്നില്ലേ? അത് തന്നെയല്ലേ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ. സോമദാസ് സഞ്ജുവിനെ നോക്കി പറഞ്ഞു. അയാളെ ചുട്ടരിക്കാൻ പാത്തിനെത്തി കണ്ണിൽ നിറച്ചുകൊണ്ടവൻ അയാളെ നോക്കി. പ്രകാശ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു പോയി. ഇല്ലായിരുന്നെങ്കിൽ ഈ മോളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയാൻ നിങ്ങളിവിടെ ഉണ്ടാവുമായിരുന്നില്ല. മാധവ മാഷു പരുഷമായി തന്നെ പറഞ്ഞു. ഇവിടെ സമ്പത്തിന്റെ തട്ടിൽ വെച്ച് തൂക്കുമ്പോ ആ ഭാഗ്യക്കേണ് കൂടിയാണ് നിങ്ങൾ ഏറ്റെടുക്കുകയല്ലേ? അപ്പോഴിനി ആ കാര്യത്തിൽ കൂടുതൽ ഡയലോഗ് വേണ്ട. അജു കൂടി മുന്നോട്ട് വന്നു. പ്രകാശൻ എന്ന മനുഷ്യൻ എന്ത് കണ്ടിട്ടാ നിങ്ങളെപ്പോലെ ഹൃദയശൂന്യതയുള്ളവരെ മകളിലേക്ക് ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പാ, അവനെടുത്ത ഏറ്റവും മോശമായി പോയ തീരുമാനങ്ങളിൽ ഒന്നാ നീയും നിന്റെ മകനും. ബാലമാഷ് പറയുമ്പോഴും സോമദാസിനും മകനും ശരിയാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.